ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാൻ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് നോർത്തേൺ ഇറാഖിലെ കരഗോഷ് എന്നൊരു സ്ഥലത്ത് വെച്ച് മിന്നുൻ എന്നൊരു ഇന്റർപോൾ ഏജന്റും അവളുടെ ടീമും ചേർന്ന് ഒരു ഓപ്പറേഷൻ നടത്തുന്നതും കാണിച്ചുകൊണ്ടാണ്. എന്നാൽ അവിടെ വെച്ചുണ്ടായ ഒരു ബോംബ് സ്ഫോടനത്തിൽ മിന്നിനും ടീം അംഗങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ പരിക്കു പറ്റുന്നുണ്ട്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ 2002 കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപം കാണിക്കുന്നു. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് അടിച്ചോടിക്കുകയാണ്. ജീവനിൽ ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരങ്ങളെല്ലാം തങ്ങളുടെ നാടും ഉപേക്ഷിച്ച് അവിടെ നിന്നും പോവുകയാണ്. ആ പോയവരുടെ കൂട്ടത്തിൽ മസൂദ് എന്ന ഒരാളുടെ മുഴുവൻ ഫാമിലിയും ഉണ്ടായിരുന്നു. അതായത് മസൂദിന്റെ മക്കളായ സെയ്ദും സഹീറും ഗർഭിണിയായ ഭാര്യ ഹനിയയും പ്രായമായ അമ്മ സുരയ്യ ബീബിയും ഭാര്യ ഹനിയയുടെ അമ്മ ബജിയ ബീഗവും. അങ്ങനെ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത് ശരിക്കും മതത്തിന്റെ പേരിലുണ്ടായ കലാപമായിരുന്നില്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ ബിസിനസിന് വേണ്ടി നടന്ന കലാപമായിരുന്നു. അതായത് രാഷ്ട്രീയത്തിന്റെ പേരിൽ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നല്ലേ, ഹിന്ദുക്കളെ ഭയന്നോടി അവരവസാനം അഭയം പ്രാപിച്ചത് അവരുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിയായ സുഭദ്രാബെൻ എന്ന ഒരു അമ്മച്ചിയുടെ വീട്ടിലായിരുന്നു. ആ സുഭദ്രാബെൻ ആണെങ്കിൽ ഒരു ഹിന്ദുവും. അങ്ങനെ സുഭദ്രാബെൻ തന്റെ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ ആ വന്ന മുസ്ലിങ്ങൾക്കെല്ലാം അഭയം നൽകുന്നു. എന്നാൽ സുഭദ്രാബെന്നിന്റെ വീട്ടിലും ഒരു മതഭ്രാന്തനുണ്ടായിരുന്നു. സുഭദ്രാബെന്നിന്റെ മരുമകൻ മുന്നയായിരുന്നു അത്. മതഭ്രാന്തനായ മുന്ന കലാപം നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദുക്കളെ മുസ്ലിം സഹോദരന്മാർ തങ്ങളുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ അവിടെ കലാപം നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദുക്കളുടെ നേതാവായ ബൽരാജ് ഭയ്യായും സംഘവും സുഭദ്രാബെന്നിന്റെ വീട്ടിലെത്തി. മുസ്ലിം സഹോദരന്മാർക്ക് അഭയം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ സുഭദ്രാബെന്നിനെയും സുഭദ്രാബെന്നിന്റെ ആൾക്കാരെയും ബൽരാജ് ഭയ്യായും സംഘവും കൊലപ്പെടുത്തുന്നു. അതറിഞ്ഞ് അവിടെ അഭയം പ്രാപിച്ചിരുന്ന മസൂദ് തന്റെ മകൻ സെയ്ദിന്റെ കയ്യിൽ അനിയൻ സഹീറിനെ ഏൽപ്പിച്ചിട്ട് ആ വീട്ടിലെ തന്നെ പത്തായപ്പുരയിൽ ഒളിപ്പിക്കുന്നു. അങ്ങനെ കലാപകാരികൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാരെയെല്ലാം അടിച്ചും വെടിവെച്ചും കൊലപ്പെടുത്താൻ തുടങ്ങി. മതഭ്രാന്തനായ മുന്നയ്ക്കാണെങ്കിൽ അവരുടെ മതം മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മതത്തിലുണ്ടായിരുന്ന പെണ്ണുങ്ങളുടെ മേൽ ഐറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെയെല്ലാം മുന്ന പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം മസൂദിന്റെ ഗർഭിണിയായ ഭാര്യ ഹനിയയെ മുന്ന ക്രൂരമായി പീഡിപ്പിക്കുകയും അവസാനം കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം മസൂദിന്റെ മകനായ സെയ്ദ് കാണുന്നുണ്ടായിരുന്നു. കുട്ടിയായിരുന്നതിനാൽ തന്നെ സെയ്ദിന് അതെല്ലാം കണ്ടു കരയുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാരെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ശേഷം ബൽരാജ് ഭയ്യായും കലാപകാരികളും അവിടെ നിന്നും പോകുന്നു. കലാപകാരികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ സെയ്ദ് തന്റെ കുഞ്ഞനെയും സഹീറിനെയും കൂട്ടി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് തന്റെ കുഞ്ഞനീനും മരിച്ചു എന്ന സത്യം സെയ്ദ് അറിയുന്നത്. അതെല്ലാം കണ്ട കുട്ടി സെയ്ദിന് ഉറക്കെ അലറിക്കരയാനല്ലാതെ വേറെയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ പ്രസന്റ് ഡേയിലുള്ള നെടുമ്പള്ളിയിലെ ആതുരാലയം കാണിക്കുന്നു. ആതുരാലയത്തിലുള്ള പള്ളിയിലച്ഛനും അന്തേവാസികളും സംസാരിച്ചു കൊണ്ടിരുന്നത് പണ്ടെങ്ങാണ്ടോ ജീവിച്ചിരുന്ന ഒരു രാജാവ് സാമ്രാജ്യഭക്തിയുടെ പേരിൽ 999 വർഷക്കാലത്തേക്ക് കരാർ ഒപ്പിട്ടുകൊടുത്ത നെടുമ്പള്ളി ഡാമിന്റെ ബലക്ഷയത്തെക്കുറിച്ചും അതിന് പരിഹാരമായി ഇപ്പോഴുള്ള CM അടുത്ത ഭരണം നിലനിർത്തുന്നതിനായി അതിന്റെ പേരിൽ പണി കഴിപ്പിക്കാനിരിക്കുന്ന ചെക്ക് ഡാമിനെ കുറിച്ചുമായിരുന്നു. ഒരു ചെക്ക് ഡാം കൊണ്ടൊന്നും നെടുമ്പള്ളി ഡാമിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നുള്ള കാര്യം ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതെല്ലാം പോട്ടെ, ചെക്ക് ഡാമെങ്കിൽ ചെക്ക് ഡാം. എന്നാൽ ആ ചെക്ക് ഡാം പ്രോജക്റ്റിലാണെങ്കിൽ വമ്പൻ അഴിമതിയും. നെടുമ്പള്ളിയിലുള്ള ഈ ആതുരാലയത്തിലാണ് നമ്മുടെ സ്റ്റീഫച്ചായന് ലൂസിഫർ എന്ന് പേരിട്ട ഗോവർദ്ധനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനെ കാണിക്കുന്നു. ഗോവർദ്ധനന്റെ താമസം ആ ആതുരാലയത്തിലായിരുന്നെങ്കിലും ആളത്ര നിസ്സാരക്കാരനായിരുന്നില്ല. കാരണം ആ സമയം ഗോവർദ്ധനൻ സെൻട്രൽ IB ഓഫീസറായ കാർത്തിക്കിനെ ഫോൺ ചെയ്യുകയായിരുന്നു. ഗോവർദ്ധനൻ കാർത്തിക്കിനെ ഫോൺ ചെയ്തത് ബജറംഗി എന്ന പൊളിറ്റീഷ്യൻ ലീഡർക്ക് കേരളത്തിനോട് എന്താണ് പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് കാർത്തിക്, ഗോവർദ്ധൻ തന്റെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഞാൻ സെൻട്രൽ IBയിലെ ഒരു ഓഫീസറാണ്, അതിപ്പോഴും ഓർമ്മ വേണം. തന്നോട് ഞാൻ സ്റ്റീഫൻ എവിടെയാണെന്നല്ലേ അന്വേഷിക്കാൻ പറഞ്ഞത്. സ്റ്റീഫനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം പറയാം. അതിന് ഗോവർദ്ധനൻ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. അതിന് കാർത്തിക്കും, ബജറംഗിയെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാനും അറിയിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ സീൻ കട്ടായി PK രാംദാസിന്റെ പാർട്ടിയായ IUFന്റെ പാർട്ടി ഓഫീസ് കാണിക്കുന്നു. അവിടെ നമ്മുടെ വർമ്മ സാറും പീതാംബരനും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ചർച്ചാ വിഷയം ജതിൻ രാംദാസിനെ കുറിച്ചായിരുന്നു. അതായത് നമ്മുടെ സ്റ്റീഫച്ചായൻ CM ആക്കിയ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് തന്നെ. നമ്മുടെ സ്റ്റീഫച്ചായൻ ജതിൻ രാംദാസിനെ CM ആക്കിയതിനു മെയിൻ കാരണം നമ്മുടെ നാട് ശരിയായ രീതിയിൽ ഭരിക്കപ്പെടും എന്ന വിശ്വാസത്തിലായിരുന്നു. എന്നാൽ സ്റ്റീഫച്ചായന്റെ കണക്കുകൂട്ടലുകൾ ശരിയല്ലെന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജതിൻ രാംദാസ് തെളിയിച്ചു. ജതിൻ രാംദാസ് അവിടെ നടത്തിയത് അഴിമതിയുടെ ആറാട്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതിലിപ്പോൾ അവസാനമായി എത്തി നിൽക്കുന്നത് ഈ ചെക്ക് ഡാമിന്റെ പേരിലുള്ള അഴിമതിയും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ IUF-നുള്ളിൽ തന്നെ ആളുകൾ തമ്മിലടിയായിരുന്നു. അവരിപ്പോൾ ഈ മീറ്റിംഗ് കൂടിയതിനു കാരണം തന്നെ നാളെ നടക്കാനുള്ള പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അഖണ്ഡ ശക്തി മോർച്ച, അതായത് ASM എന്നൊരു പാർട്ടിയുടെ പാർട്ടി സമ്മേളനം കാണിക്കുന്നു. നമ്മുടെ നാട്ടിലെ വളരെ ചെറിയൊരു പാർട്ടിയാണ് ASM എങ്കിലും അന്നത്തെ സമ്മേളനത്തിൽ ASM പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായ സജനചന്ദ്രൻ നല്ല ആത്മവിശ്വാസത്തിലാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. കേരളം നാളെ ഞെട്ടിത്തരിക്കാൻ പോവുകയാണ് എന്നായിരുന്നു ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ പ്രിയദർശിനി രാംദാസിനെ കാണുന്നതിനായി അനിയൻ CM ജതിൻ രാംദാസ് വന്നതായി കാണിക്കുന്നു. ജതിൻ ശരിക്കും ചേച്ചി പ്രിയയെ കാണാൻ വന്നത് ജതിനെതിരെ പ്രിയ ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ്. ജതിൻ പ്രിയയോട് ഇത് എനിക്കും പാർട്ടിക്കും എതിരെയുള്ള മാവോയിസ്റ്റ് സപ്പോർട്ടുള്ള ഒരു നീക്കമാണെന്ന് ചേച്ചിക്ക് അറിയാമോ? അതിന് പ്രിയ അതെനിക്കറിയില്ല, പക്ഷെ അവർ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതിനാലാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ ചെല്ലാമെന്നേറ്റത്. അതിന് ജതിൻ ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നാളെ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ വെച്ച് ഞാൻ ഒരു വലിയ അനൗൺസ്മെന്റ് നടത്താൻ പോവുകയാണ്. അതെന്താണെന്ന് ഇപ്പോൾ ചോദിക്കരുത്. അതെന്തു തന്നെയായാലും ചേച്ചി അതിനെതിരെ പ്രതികരിക്കരുത്. അതിന് പ്രിയ നീ എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും നമ്മുടെ അച്ഛൻ പാർട്ടിയിൽ പാലിച്ചിരുന്ന കുറച്ച് മര്യാദകളുണ്ട്, അതിനെതിരല്ലാത്തടത്തോളം കാലം ഞാനൊന്നും പറയില്ല. അതിന് ജതിൻ വേറെ ആരൊക്കെയോ പറയുന്നതും കേട്ട് അനുസരിക്കാൻ വേണ്ടി മാത്രമായി പേരിനൊരു മുഖ്യമന്ത്രി കസേരയിൽ ആജീവനാന്തം ഇരുന്നു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. അതിനാൽ ഞാൻ എനിക്കുള്ളത് സ്വന്തമായി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ജതിൻ രാംദാസിന്റെ പാർട്ടി സമ്മേളനം കാണിക്കുന്നു. ഇപ്പോഴുള്ള CM ജതിൻ രാംദാസ് ആയിരുന്നതിനാൽ തന്നെ നല്ല വലിയ രീതിയിലുള്ള സമ്മേളനമാണ് നടക്കുന്നത്. അങ്ങനെ ആ പാർട്ടി സമ്മേളനത്തിൽ വെച്ച് ജതിൻ രാംദാസ് ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. അതായത് തന്നെ CM ആക്കിയ തന്റെ അച്ഛന്റെ പാർട്ടിയായ IUF പാർട്ടിയിൽ നിന്നും ജതിൻ രാംദാസ് സ്ഥാനമൊഴിയുകയാണ്. പകരം പുതിയതായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അതാണ് IUF PKR എന്ന പാർട്ടി. അതായത് വരാൻ പോകുന്ന ഇലക്ഷനിൽ IUF PKR എന്ന പാർട്ടി ഒരു പുതിയ മുന്നണിയായി മത്സരിക്കും. എന്നാൽ IUF PKR എന്നത് ഒറ്റയ്ക്കുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല, മറിച്ച് അഖണ്ഡ കക്ഷി മോർച്ച, അതായത് ASM എന്ന പാർട്ടിയുമായി സഖ്യം ചേർന്നുകൊണ്ടുള്ള ഒരു പാർട്ടിയായിരുന്നു IUF PKR എന്നത്. അതിനാൽ തന്നെ ജതിൻ രാംദാസ് ASM പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായ ബാബ ബജറംഗിയെ ആ സമ്മേളനത്തിൽ വെച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ പുതിയൊരു പാർട്ടിയായ IUF PKR എന്ന പാർട്ടിയും പുതിയ അവതാരമായ ബാബ ബജറംഗിയും അവതരിച്ചു. അങ്ങനെ സീൻ കട്ടായി ഗോവർദ്ധനെ കാണിക്കുന്നു. ഗോവർദ്ധനൻ തന്റെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ബാബ ബജറംഗിയെ കുറിച്ച് ഒരു വലിയ പ്രസംഗം നടത്തുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത, എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ ASM പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായ ബാബ ബജറംഗി എന്തിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന് ജതിൻ രാംദാസുമായി എന്തിനു കൈകോർക്കണം? അതിനർത്ഥം നമ്മുടെ നാടെന്തോ വലിയ അധപതനത്തിലേക്ക് പോവുകയാണെന്നാണ്. അതിനാൽ ഇനി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ജതിൻ രാംദാസിനെ CM ആക്കിയ നെടുമ്പള്ളി സ്റ്റീഫന് മാത്രമേ കഴിയൂ. സോ സ്റ്റീഫൻ, നിങ്ങൾ മടങ്ങി വരൂ. ഇനി നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. അങ്ങനെ സീൻ കട്ടായി സിനകൾ എന്ന രാജ്യത്തു നിന്നും 2 വലിയ കണ്ടെയ്നർ നിറയെ മയക്കുമരുന്നുമായി ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. എന്നാൽ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ബോംബ് വെട്ടി തെറിച്ചു വീണ മിന്നുവിൻ എന്ന ഇന്റർപോൾ ഏജന്റിനെ കണ്ടിരുന്നല്ലോ. ആ മിന്നുനും ഗ്യാങ്ങും ഇപ്പോൾ ആ കണ്ടെയ്നറുകളെ പിടികൂടുന്നതിനായി ആഫ്രിക്കൻ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. മിന്നുവിൻ ഈ ഓപ്പറേഷന് വരാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ മയക്കുമരുന്ന് പിടികൂടുക എന്നത്. രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് മിന്നുവിന്റെ കൂട്ടുകാരായ 2 ഇന്റർപോൾ ഏജന്റുമാർ ആ മയക്കുമരുന്ന് കടത്തുകാരുടെ കയ്യിലുണ്ട്. തന്റെ കൂട്ടുകാരെ ആ മയക്കുമരുന്ന് കടത്തുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു മിന്നുവിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ആഫ്രിക്കൻ അതിർത്തിയിൽ കാത്തു നിന്നിരുന്ന മിന്നുവിനെയും പറ്റിച്ച് ആ മയക്കുമരുന്ന് കടത്തുകാർ മരുഭൂമിയിലുള്ള മൺറോഡിലൂടെ യാത്ര തുടർന്നു. എന്നാൽ ആ സമയം അവരുടെ അടുത്തേക്ക് 3 ഹെലികോപ്റ്ററുകൾ വരികയും ആ മയക്കുമരുന്ന് സംഘത്തെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയും മയക്കുമരുന്നുമായി പോയിക്കൊണ്ടിരുന്ന ആ 2 കണ്ടെയ്നറുകളും ബോംബ് വെച്ച് തകർക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് ആ മയക്കുമരുന്ന് സംഘത്തെ തകർത്തത് ആരാണെന്നല്ലേ? അതെ, അതാണ് നമ്മുടെ ഈ സിനിമയിലെ നായകനായ തമ്പുരാക്കന്മാരുടെ എല്ലാം തമ്പുരാനായ എമ്പുരാൻ, പഴയ നെടുമ്പള്ളിയിലെ സ്റ്റീഫച്ചായനായ അബ്രാം ഖുറേഷി അബ്രാം ആയിരുന്നു അത്. നമുക്കെന്തായാലും സ്റ്റീഫച്ചായൻ എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റീഫച്ചായൻ വന്ന് ആ മയക്കുമരുന്ന് സംഘം കടത്തിക്കൊണ്ടുവന്ന 2 ഇന്റർപോൾ ഓഫീസർമാരെയും രക്ഷിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. സ്റ്റീഫച്ചായൻ അവരെ 2 പേരെയും അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് ആ മയക്കുമരുന്ന് കയറ്റി അയച്ച അവരുടെ എല്ലാം ഹെഡായ കബൂക്ക എന്നയാളെ ഫോൺ ചെയ്യുന്നു. സ്റ്റീഫച്ചായൻ കബൂക്കയോട് ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണ് കബൂക്ക, അടുത്ത തവണ ആ ബുള്ളറ്റ് നിന്റെ തലച്ചോറിനകത്തായിരിക്കും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും
ചെയ്തു. അത് കേട്ട കബൂക്ക ബുള്ളറ്റോ, ഏത് ബുള്ളറ്റ് എന്ന് ചോദിച്ചെങ്കിലും മറുപടി ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് സ്റ്റീഫച്ചായൻ പറഞ്ഞ ആ ബുള്ളറ്റ് താൻ കഴിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്കിന്റെ അകത്ത് കിടക്കുന്നത് കബൂക്ക കാണുന്നത്. അത് കണ്ട കബൂക്ക ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ നമ്മളിലേക്കും എത്തും. കാരണം എന്താണെന്നല്ലേ? കബൂക്ക അപ്പോൾ ഉണ്ടായിരുന്നത് കടലിന് നടുക്ക് നങ്കൂരമിട്ടിരുന്ന തന്റെ ആഡംബര കപ്പലിലായിരുന്നു. അങ്ങനെ സീൻ കട്ടായി ഗോവർദ്ധനെ കാണിക്കുന്നു. ഗോവർദ്ധൻ ഇവിടെ സെൻട്രൽ IB ഓഫീസറായ കാർത്തികിനെ കാണാൻ വന്നിരിക്കുകയാണ്. കാർത്തിക് ഗോവർദ്ധനോട് താൻ അന്വേഷിക്കുന്ന ഖുറേഷി അബ്രാഹിമിനെ കുറിച്ച് കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ എപ്പോഴോ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു ഡ്രഗ് ഗാർഡിനെതിരെ ഖുറേഷി അബ്രാഹം ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ ആ ഓപ്പറേഷനിടയിൽ 2 ഇന്റർപോൾ ഓഫീസർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ എല്ലാ വെസ്റ്റേൺ ഏജൻസികളും ഖുറേഷി അബ്രാഹം സംഘത്തെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് കുറച്ച് ഫയൽസ് എടുത്ത് ഗോവർദ്ധന് കൊടുക്കുന്നു. ഗോവർദ്ധനൻ ആ ഫയൽ എല്ലാം എടുത്ത് അവിടെ നിന്നും പോകുന്നു. അതേസമയം ഇന്റർപോൾ ഏജന്റായ മിന്നുനും മിന്നുന്റെ ടീമിന്റെ ഹെഡായ ബോറിസും ചേർന്ന് അവരുടെ ഹെഡ് ഓഫീസിൽ വരുന്നതായി കാണിക്കുന്നു. അവിടെ വെച്ച് മിന്നുൻ ആ മയക്കുമരുന്നുകാർ കടത്തിക്കൊണ്ടുപോയ തന്റെ കൂട്ടുകാരെ ഖുറേഷി അബ്രാഹാം കൊന്നതായി അറിയുന്നു. അതറിഞ്ഞ മിന്നുന് തന്റെ കൂട്ടുകാരെ കൊന്ന ഖുറേഷി അബ്രാമിനോട് പക തോന്നുന്നുണ്ട്. അതിനാൽ മിന്നുൻ ഒരവസരം കിട്ടിയാൽ ഖുറേഷി അബ്രാമിനെ താൻ പിടിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ മിന്നുന്റെ ടീം ഹെഡായ ബോറിസ് തന്റെ വീട്ടിൽ വരുന്നതായി കാണിക്കുന്നു. ഈ ബോറിസ് ശരിക്കും നമ്മുടെ ഖുറേഷി അബ്രാമിന്റെ ഒരു ചാരനായിരുന്നു. അതിനാൽ വീട്ടിലെത്തിയ ബോറിസ് എല്ലാ ഏജൻസികളും ഒരുമിച്ച് കൈകോർത്ത് തന്നെ പിടികൂടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ഖുറേഷി അബ്രാമിന് ഒരു മെസ്സേജ് അയക്കുന്നു. ആ സമയം സീൻ കട്ടായി നമ്മളെ സ്റ്റീഫച്ചായനെ കാണിക്കുന്നു. സ്റ്റീഫച്ചായൻ മയക്കുമരുന്ന് സംഘത്തിന്റെ നേതാവായ കബൂക്കയെ ഫോൺ ചെയ്ത്, കബൂക്ക, നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായി, അതിനാൽ നമുക്കുടനെ മീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അതിന് കബൂക്കയും എങ്കിൽ മീറ്റ് ചെയ്യാനുള്ള സ്ഥലവും സമയവും ഞാൻ തീരുമാനിക്കും എന്നും പറയുന്നു. അങ്ങനെ സീൻ കട്ടായി ഗോവർദ്ധനെ കാണിക്കുന്നു. ഗോവർദ്ധൻ ആ സമയം IB ഓഫീസർ കാർത്തിക് കൊടുത്ത ഖുറേഷി അബ്രാമിനെ കുറിച്ചുള്ള ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഗോവർദ്ധനൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അബ്രാം ഖുറേഷിയുടെ ഫയലിൽ നിന്നും കിട്ടിയ കൈയുടെ ഒരു ഫോട്ടോയിൽ നമ്മുടെ സ്റ്റീഫച്ചായന്റെ കയ്യിലുള്ള അതേ മോതിരം കിടക്കുന്നു. അങ്ങനെ ഗോവർദ്ധനൻ നേരെ സ്റ്റീഫച്ചായനെ തപ്പിയിറങ്ങി. സ്റ്റീഫച്ചായനെ തപ്പി ഗോവർദ്ധൻ അവസാനം മുംബൈയിലുള്ള റാവുത്തർ എന്ന ഒരാളുടെ അടുത്തെത്തി. എന്തെന്നാൽ നമ്മുടെ സ്റ്റീഫച്ചായൻ ഇന്ത്യയിലേക്ക് വിളിക്കാറുള്ളത് ഈ റാവുത്തറിനെ ആയിരുന്നു. റാവുത്തർ ഗോവർദ്ധനോട് സ്റ്റീഫനെ എന്തിനു കാണണം എന്ന് ചോദിക്കുന്നു. അതിന് ഗോവർദ്ധനൻ സ്റ്റീഫച്ചായനോട് തിരികെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ വരണമെന്ന് പറയാൻ. എന്തിനെന്നാൽ PKR പണിതുയർത്തിയ IUFO സ്റ്റീഫച്ചായൻ ഏൽപ്പിച്ചിട്ട് പോയ രാംദാസു അല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. സ്റ്റീഫച്ചായൻ വരാൻ ഇനിയും വൈകിയാൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ഞങ്ങളുടെ നാട് അധപ്പതിച്ചു പോകും. അതിനാൽ സ്റ്റീഫച്ചായൻ തിരിച്ചു വരണം. അതെനിക്ക് നേരിട്ട് കണ്ടു പറയണം. അതെല്ലാം കേട്ട റാവുത്തർ ഒരു സിറിഞ്ച് കൊണ്ട് ഗോവർദ്ധനെ കുത്തി ബോധം കെടുത്തുന്നു. എന്നിട്ട് ഗോവർദ്ധനോട് ഉറങ്ങിക്കോളൂ ഗോവർദ്ധനൻ, താങ്കൾ സേഫാണ് എന്ന് പറയുന്നു. മയങ്ങിക്കിടന്നിരുന്ന ഗോവർദ്ധനെ റാവുത്തർ കടലുകളും ബോർഡറുകളും എല്ലാം കടത്തി നമ്മുടെ സ്റ്റീഫച്ചായന്റെ മുമ്പിൽ എത്തിച്ചു. സ്റ്റീഫച്ചായനെ കണ്ട ഗോവർദ്ധനൻ ചോദിച്ചു, സ്റ്റീഫച്ചായനും ഖുറേഷി അബ്രാഹാം ഗ്യാങ്ങും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ ഖുറേഷി അബ്രാഹാമിന്റെ ഫയലിൽ സ്റ്റീഫച്ചായന്റെ കയ്യിലുള്ള മോതിരത്തിന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. അതിന് സ്റ്റീഫച്ചായൻ അറിയേണ്ടത് മാത്രം അറിയേണ്ട സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ ഗോവർദ്ധൻ വന്നിരിക്കുന്നത് ജതിൻ രാംദാസ് വഴിതെറ്റിയതിനെ കുറിച്ചും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ രക്ഷിക്കണമെന്നും പറയാനല്ലേ? അത് നമുക്ക് ശരിയാക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സെൻട്രൽ IB ഓഫീസറായ കാർത്തികിനെ കാണിക്കുന്നു. അതായത് ഗോവർദ്ധനന്റെ കയ്യിൽ ഖുറേഷി അബ്രാമിന്റെ ഫയലെല്ലാം കൊടുത്ത അതേ IB ഓഫീസർ കാർത്തിക് തന്നെ. ആ കാർത്തിക് ഇപ്പോൾ ജതിൻ രാംദാസിനെ കാണാൻ വന്നിരിക്കുകയാണ്. ശരിക്കും ഈ കാർത്തിക് ജതിൻ രാംദാസിന്റെ ആള് തന്നെയാണ്. ഈ ജതിൻ രാംദാസ് പറഞ്ഞിട്ടാണ് കാർത്തിക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടുപിടിക്കുന്നതിനായി ഗോവർദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗോവർദ്ധനെ തന്നെ സ്റ്റീഫനെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് എന്തിനാണെന്നല്ലേ? അതായത് സ്റ്റീഫൻ കേരളത്തിൽ നിന്നും പോയപ്പോൾ അവസാനമായി കോണ്ടാക്ട് ചെയ്തത് ഗോവർദ്ധനെ ആയിരുന്നു. അതിനാലാണ് സ്റ്റീഫനെ കണ്ടുപിടിക്കാൻ ഗോവർദ്ധനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാർത്തിക് ജതിൻ രാംദാസിനോട് ചോദിച്ചു, അല്ല സാർ, എനിക്കൊരു സംശയം. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ ഒരു MLA മാത്രമായിരുന്നയാളാണ് സ്റ്റീഫൻ നെടുമ്പള്ളി. അയാളെ എന്തിനാണ് സാർ ഇത്ര പേടിക്കുന്നത്? അതും ബജ്രംഗിയെ പോലെയുള്ള ഒരാളുടെ സപ്പോർട്ടും കൂടി സാറിനുള്ളപ്പോൾ. അതിന് ജതിൻ രാംദാസ്, ഒരു സർനെയിമിനപ്പുറം ഒരു പൊളിറ്റിക്കൽ ലീനിയേജും ഇല്ലാതിരുന്ന എന്നെ എവിടെ നിന്നോ കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഞാൻ ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് തടയിടാൻ സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ടാകില്ല എന്ന ഉറപ്പ് എനിക്ക് വേണം. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഇന്റർപോൾ ഏജന്റ് മിന്നുവിൻ അബ്രാം ഖുറേഷി കൊന്ന തന്റെ കൂട്ടുകാരന്റെ വയറ്റിൽ നിന്നും കിട്ടിയ മെമ്മറി കാർഡിൽ നിന്നും അബ്രാം ഖുറേഷിയും മയക്കുമരുന്ന് മാഫിയയുടെ ഹെഡായ കബൂക്കയും ഇറാഖിലുള്ള കരഘോഷ് എന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നടത്താൻ പോവുകയാണെന്നുള്ള കാര്യം അറിയുന്നു. അബ്രാം ഖുറേഷിയുടെ മേൽ കലിപ്പുണ്ടായിരുന്ന മിന്നുവിൻ
മിന്നുൻ അബ്രാം ഖുറേഷിയെ പിടികൂടാൻ പറ്റിയ അവസരം ഇതാണ് എന്നും പറഞ്ഞ് തന്റെ ടീമിനെയും കൂട്ടി ഇറാഖിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അബ്രാം ഖുറേഷിയെ പിടിക്കാൻ ഒരു വലിയ സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ ഹെഡായ ബോറിസും ഉണ്ടായിരുന്നു. ഈ ബോറിസ് തന്നെയാണ് അബ്രാം ഖുറേഷിയുടെ ചാരൻ. അങ്ങനെ അബ്രാം ഖുറേഷിയുടെ ആളായിരുന്ന ബോറിസ് എല്ലാവരോടും തന്റെ അനുവാദം കൂടാതെ ആരും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി വിലക്കിയിരുന്നു. എന്നാൽ മിന്നുനും സംഘവും സ്നൈപ്പറും തോക്കുകളും ഒക്കെയായി അവർ മീറ്റിംഗ് നടത്താൻ പോകുന്ന സ്ഥലം മുഴുവൻ വളഞ്ഞിരുന്നു. അങ്ങനെ അവിടേക്ക് നമ്മുടെ അബ്രാം ഖുറേഷി വന്നു. മിന്നുനാണെങ്കിൽ അബ്രാം ഖുറേഷിയെ കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. എന്നാൽ തന്റെ ടീമിന്റെ ഹെഡായ ബോറിസിൽ നിന്നും ഓർഡർ ഒന്നും കിട്ടാത്തതിനാൽ വേറെ വഴിയില്ലാതെ മിന്നുൻ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അബ്രാം ഖുറേഷി നേരെ കബൂക്കയുടെ അടുത്തെത്തി. താൻ പറഞ്ഞ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നടത്തുന്നതിനാൽ തന്നെ കബൂക്കയ്ക്ക് കാര്യങ്ങളെല്ലാം തന്റെ കൺട്രോളിലാണെന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കബൂക്ക മീറ്റിംഗ് അധികം നീട്ടിക്കൊണ്ടു പോകാനൊന്നും നിന്നില്ല. കബൂക്കയും കബൂക്കയുടെ ആൾക്കാരും എല്ലാം തോക്കെടുത്ത് അബ്രാം ഖുറേഷിയുടെ ആൾക്കാരുടെയും മേൽ ചൂണ്ടുന്നു. ആ സമയം പുറത്ത് കാത്തിരിക്കുന്ന മിന്നുവിനെ കാണിക്കുന്നു. അകത്ത് വെടിയൊച്ച കേട്ടതിനാൽ തന്നെ ബോറിസിന്റെ ഓർഡറിനായി കാത്തു നിൽക്കാതെ മിന്നുൻ തന്റെ ടീം അംഗങ്ങളെയും കൂട്ടി ആ മീറ്റിംഗ് നടക്കുന്ന റൂമിനകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ആ സമയം ഒരു ബോംബ് പൊട്ടി മിന്നുനും മിന്നുന്റെ ഗാങ്ങും തെറിച്ചു വീഴുന്നു. ഈ സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിലെ കണ്ടത്. ടീമിന്റെ ഹെഡായ ബോറിസ് തന്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുന്നതായി കാണിക്കുന്നു. ആ മെസ്സേജ് കിട്ടിയതോ നമ്മുടെ ഗോവർദ്ധനും. അങ്ങനെ കേരളത്തിലെ ചാനലുകാർക്ക് ആഘോഷിക്കാൻ ഒരു പുതിയ വാർത്ത കിട്ടി. അതായത് നെടുമ്പള്ളിയിലെ മുൻ MLA-യും PKRന്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഇറാഖിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. അങ്ങനെ സീൻ കട്ടായി മിന്നുനെ കാണിക്കുന്നു. ആ ബോംബ് സ്ഫോടനത്തിൽ അത്യാവശ്യം നല്ല പരിക്കുകൾ മിന്നുനുണ്ടായിരുന്നു. അതിനാൽ തന്നെ മിന്നുനിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. മിന്നുനെ കാണാനായി ബോറിസ് വന്നിട്ടുണ്ട്. ഖുറേഷി അബ്രാം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മിന്നുനും അറിഞ്ഞിരുന്നു. ബോറിസ് ശരിക്കും മിന്നുനെ കാണാൻ വന്നത് മിന്നുന്റെ കൂട്ടുകാരായ ഇന്റർപോൾ ഓഫീസർമാരെ അബ്രാം ഖുറേഷി കൊന്നത് എന്തിനാണെന്ന് പറയാനായിരുന്നു. അതായത് ആ ഇന്റർപോൾ ഓഫീസർമാരെ ശരിക്കും ആ മയക്കുമരുന്ന് സംഘം കടത്തിക്കൊണ്ടു പോയതായിരുന്നില്ല, മറിച്ച് അവരും ആ മയക്കുമരുന്ന് സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. അതായത് അവർ ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു. അങ്ങനെ ബോറിസ് അതിന്റെ തെളിവായി കുറെ ഫോട്ടോഗ്രാഫ്സും മിന്നുനെ കാണിക്കുന്നു. ആ ഫോട്ടോഗ്രാഫ്സ് കണ്ട മിന്നുന് അബ്രാം ഖുറേഷിയെ സംശയിച്ചതിന്റെ പേരിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന ചെക്ക് ഡാമിനെതിരെയുള്ള പ്രതിഷേധ യോഗത്തിന്റെ സജ്ജീകരണങ്ങൾ നടക്കുന്നതായി കാണിക്കുന്നു. ഈ പ്രതിഷേധ യോഗത്തിന്റെ മെയിൻ നമ്മുടെ പ്രിയദർശിനിയായിരുന്നു. അതിനാൽ തന്നെ പ്രിയദർശിനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി IUF പാർട്ടിയിൽ അംഗമായ പീതാംബരൻ പ്രിയദർശിനിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പീതാംബരൻ പ്രിയദർശിനിയോട് പറഞ്ഞു, മോളെ, നീ ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കണം. നിന്റെ അച്ഛനെ PKR ആക്കി മാറ്റിയ നാടാണത്. നീ ഇന്ന് അവിടെ പോയില്ലെങ്കിൽ PKR 40 വർഷം കൊണ്ടുണ്ടാക്കിയ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഇതോടെ അവസാനിക്കും. അവരെല്ലാവരും അവിടെ നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നീ ഉറപ്പായും വരണം. എന്നാൽ നമ്മുടെ പ്രിയദർശിനിക്കാണെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ തന്റെ അനിയൻ ജതിൻ രാംദാസിനെതിരെയുള്ള പ്രതിഷേധ യോഗമായിരുന്നു അത്. അതിനാൽ പ്രിയദർശിനി പീതാംബരനോട് പറഞ്ഞു, അങ്കിൾ, എന്റെ മകൾ ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധമെന്ന് പറയാൻ എനിക്കൊരാളെ ഉള്ളൂ അങ്കിൾ. അത് ജതിൻ രാംദാസ് ആണ് എന്നും പറഞ്ഞ് അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പരസ്യമായിട്ട് അവനെതിരെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴാണ് പ്രിയദർശിനിക്ക് ജതിൻ രാംദാസിന്റെ കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്ത പ്രിയദർശിനിയോട് ജതിൻ രാംദാസ് പറഞ്ഞു, പ്രിയ, ഇന്ന് നീ ആ ഫംഗ്ഷന് പോകരുത്. PK രാംദാസിന്റെ മകൾ എന്ന മേൽവിലാസത്തിന് നീ ഉദ്ദേശിക്കുന്ന വില ഇന്നില്ല പ്രിയ. 5 വർഷം മുമ്പ് നാട് വിട്ടുപോയ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഇനി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും വേണ്ട. ഈ പറയുന്നത് PKRന്റെ മകനോ പ്രിയദർശിനി രാംദാസിന്റെ അനിയനോ അല്ല, ഈ സംസ്ഥാനത്തിന്റെ CM ആണ്. അതിനാൽ നീ ഈ സമ്മേളനത്തിന് പോകാൻ പാടില്ല. എന്നാൽ അതെല്ലാം കേട്ട് അത്രയും നേരം ആ ഫംഗ്ഷന് പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രിയദർശിനി ജതിൻ രാംദാസിനോട് പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തോളൂ. PK രാംദാസിന്റെ മകൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാനും ചെയ്യും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പീതാംബരൻ അങ്കിളിനോട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് ആ യോഗത്തിന് പോകുന്നു. അങ്ങനെ സീൻ കട്ടായി പ്രിയദർശിനി ആ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കുന്നതായി കാണിക്കുന്നു. പ്രിയയുടെ ആ പ്രതിഷേധ യോഗത്തിലെ പ്രസംഗത്തിൽ എല്ലാ പ്രതിഷേധവും ഉണ്ടായിരുന്നു. 100 വർഷം പഴക്കമുള്ള നെടുമ്പള്ളി ഡാം കൊണ്ട് ഉണ്ടാകാവുന്ന ആപത്തിന്റെ പ്രതിവിധി ഒരു ചെക്ക് ഡാം കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെയുള്ള പാവം ആദിവാസികളുടെ കുടില് കയ്യേറി അവരെല്ലാം തല്ലിച്ചതച്ച് ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിക്കുന്നത്? വരാൻ പോകുന്ന ഇലക്ഷന്റെ ഫണ്ടിനായി പുതിയതായി പണിയുന്ന ചെക്ക് ഡാമിന്റെ കമ്മീഷനു വേണ്ടി ഇവിടെയുള്ള പാവം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ തടയും, അല്ല നമ്മൾ തടയും. ഈ പോരാട്ടത്തിൽ എനിക്കെതിരെ നിൽക്കുന്നത് സ്വന്തം അനുജനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നെടുമ്പള്ളിയുടെ കാവലാളായി എന്റെ ജീവന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടാകും. അതെല്ലാം കേട്ട് അവിടെ കൂടി നിന്നിരുന്ന അണികൾക്ക് സന്തോഷമായെങ്കിലും എതിർ പാർട്ടികളുടെ കുരു പൊട്ടുന്നുണ്ടായിരുന്നു.
അതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന അണികളുടെ ഇടയിൽ നിന്നിരുന്ന എതിർകക്ഷി ആളുകൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പെട്രോൾ ബോംബുകൾ എറിയാൻ തുടങ്ങി. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന അണികളെല്ലാം ചെതറി ഓടാൻ തുടങ്ങി. അതെല്ലാം കണ്ട് പേടിച്ചു നിന്നിരുന്ന പ്രിയദർശിനിയെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആൾക്കാരായ ആദിവാസികൾ അവിടെ നിന്നും സേഫായി കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ പുറകെ തന്നെ വില്ലന്മാരും വരുന്നുണ്ടായിരുന്നു. പ്രിയദർശിനിയുടെ പുറകെ വന്ന വില്ലന്മാരാണെങ്കിൽ പ്രിയദർശിനിയുടെ ആദിവാസികളുടെ പുറകെ വന്ന് ആദിവാസികളിൽ ഓരോരുത്തരെയായി അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ ആദിവാസിയെയും അടിച്ചു വീഴ്ത്തിയും പ്രിയദർശിനിയുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ പ്രിയദർശിനിയുടെ നേരെ തോക്ക് ചൂണ്ടിയവന്റെ നെറ്റിയിലൂടെയാണ് ബുള്ളറ്റ് കയറിപ്പോയത്. അതെ, എല്ലാവരും മരിച്ചുവെന്ന് കരുതിയിരുന്ന നമ്മുടെ സ്റ്റീഫച്ചായൻ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റീഫച്ചായന്റെ കൂടെ സ്റ്റീഫച്ചായന്റെ ആൾക്കാരും ആൾക്കാരുടെ കൈ തോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രിയദർശിനിയെ കൊല്ലാൻ വന്ന ആ കാട്ടിലുണ്ടായിരുന്ന എല്ലാ വില്ലന്മാരെയും കാടൻ ഇടിയിടിച്ച് കാലാപുരിക്ക് അയക്കുന്നു നമ്മുടെ സ്റ്റീഫച്ചായൻ. ആ ഇടിയെല്ലാം കഴിഞ്ഞ് സ്റ്റീഫച്ചായന്റെ വഴിക്ക് പോയി. അപ്പോഴാണ് ഉത്തരവാദിത്വ ബോധമുള്ള പോലീസുകാർ പ്രിയദർശിനിയുടെ അടുത്തേക്ക് വരുന്നത്. പോലീസുകാർ പ്രിയദർശിനിയോട്, മാം, ഞങ്ങൾ ആ സ്റ്റേജിനടുത്ത് മുഴുവനും മാമിനെ തിരക്കി, എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളോട് ക്ഷമിക്കണം മാം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആരായിരുന്നു വന്നത്? ആ സമയം സീൻ കട്ടായി. കഴിഞ്ഞ ദിവസം ഇറാഖിലെ കരഘോഷിൽ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ നേതാവ് കബൂക്കയും അബ്രാം ഖുറേഷിയും തമ്മിൽ മീറ്റ് ചെയ്ത സീൻ വീണ്ടും കാണിക്കുന്നു. അവിടെ ഒന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മുഴുവനും കാണിച്ചിരുന്നില്ലല്ലോ. അവിടെ വെച്ച് കബൂക്ക അബ്രാം ഖുറേഷിയോട്, ഈ കരഘോഷ് എന്റെ സ്ഥലമാണ്, ഇവിടെ വന്നിട്ട് തിരിച്ച് ജീവനോടെ പോകുമെന്ന് വിചാരിച്ചോ എന്നും പറഞ്ഞ് കബൂക്കയുടെ ആൾക്കാർ സ്റ്റീഫച്ചായന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ തോക്ക് ചൂണ്ടിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. വെടിവെച്ചതെല്ലാം നമ്മുടെ സ്റ്റീഫച്ചായന്റെ ആൾക്കാരായ സയ്യിദ് മസൂദും സംഘവുമായിരുന്നു. സയ്യിദ് മസൂദും സംഘവും കബൂക്കയുടെ ആൾക്കാരെ എല്ലാം വെടിവെച്ചു കൊന്നു. അങ്ങനെ അവസാനം കബൂക്കയുടെ നെറ്റിയിലും തുളയിട്ടിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവിടെ ഊരിയിട്ടതിനു ശേഷം അബ്രാം ഖുറേഷിയും സംഘവും അവിടെ നിന്നും പോകുന്നു. അതേസമയം അബ്രാം ഖുറേഷിയുടെ കൂടെയുള്ള സയ്യിദ് മസൂദ് അവിടെ 2 ബോംബും സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്നും പോയത്. ആ സമയം അബ്രാം ഖുറേഷിയെ പിടിക്കാൻ വന്ന ഇന്റർപോൾ ഏജന്റായ മിന്നിനും സംഘത്തിനും സയ്യിദ് മസൂദ് വെച്ച് ആ ബോംബ് പൊട്ടിത്തെറിച്ചാണ് പരിക്കു പറ്റിയത്. അങ്ങനെ സീൻ കട്ടായി. അടുത്ത സീനിൽ പ്രിയദർശിനി തന്റെ വീട്ടിൽ വന്നതായി കാണിക്കുന്നു. വീട്ടിലെത്തിയ പ്രിയദർശിനി നേരെ പോയത് വീട്ടിലുള്ള തന്റെ അച്ഛന്റെ ഓഫീസിലേക്കായിരുന്നു. കാരണം പ്രിയയോട് സ്റ്റീഫച്ചായൻ പ്രിയ തിരികെ വീട്ടിലെത്തുമ്പോൾ പ്രിയയെ കാത്ത് രാംദാസ് സാറിന്റെ മേശപ്പുറത്ത് 2 ഫയലുകൾ ഉണ്ടാവും. അത് വായിച്ചതിനു ശേഷം അതിലുള്ളതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഫയലുകളെല്ലാം വായിച്ച പ്രിയ തന്റെ അച്ഛന്റെ പാർട്ടിയായ IUF-ലുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി ഒരു പാർട്ടി മീറ്റിംഗ് നടത്തുന്നു. പ്രിയ എന്തിനാണിപ്പോൾ നേതാക്കന്മാരെല്ലാം വിളിച്ചുകൂട്ടിയതെന്നല്ലേ? അതെ, പ്രിയ IUF പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. പാർട്ടിയിലെ വെറും ഒരു മെമ്പർ ആയിട്ടായിരുന്നില്ല പ്രിയദർശിനി ജോയിൻ ചെയ്തത്, മറിച്ച് പാർട്ടിയുടെ ലീഡർ ആയിട്ടായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ ലീഡറായ പ്രിയദർശിനി അവരോട് പറഞ്ഞു, ഞാൻ ലീഡറായതിന്റെ ആഘോഷം എന്ന രീതിയിൽ നാളെ എല്ലാ മീഡിയകളുടെയും സാന്നിധ്യത്തിൽ PKR ഭവനിൽ വെച്ച് ഒരു പൊതുസമ്മേളനം അറേഞ്ച് ചെയ്യണം. അതെല്ലാം കേട്ട് കൈയടിച്ചു പാസ്സാക്കാനേ അവിടെയുള്ള നേതാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ സീൻ കട്ടായി. അടുത്ത സീനിൽ PKR ഭവനിൽ വെച്ച് പ്രിയദർശിനി പറഞ്ഞ ആ പൊതുസമ്മേളനം നടക്കുന്നതായി കാണിക്കുന്നു. കേരളം മുഴുവനും ആ പൊതുസമ്മേളനമാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പ്രിയദർശിനി ആണെങ്കിൽ തന്റെ പണി തുടങ്ങി കഴിഞ്ഞിരുന്നു. എന്തെന്നാൽ പ്രിയദർശിനി തന്റെ പട്ടുസാരി എല്ലാം ഉപേക്ഷിച്ച് ഖദർ സാരിയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ പ്രിയദർശിനി പാർട്ടിക്കാരുടെയും പത്രക്കാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, IUF-നെ നയിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വർഗീയതയ്ക്ക് ഈ നാടിനെ തീരെഴുതി കൊടുക്കാൻ തുനിഞ്ഞവർക്ക് പ്രിയദർശിനി ഒരു ശത്രുവാകാൻ യോഗ്യതയാണോ എന്ന് ഇന്നറിയാം. PK രാംദാസ് എന്ന എന്റെ അച്ഛന്റെ മേൽവിലാസം മാത്രമാണ് അവരെനിക്ക് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവരെന്നെ ഭയക്കില്ല. മറിച്ച് ഈ നാടിനെ നന്മയിലേക്കും സാഹോദര്യത്തിലേക്കും നയിക്കാൻ PK രാംദാസിന്റെ മകൾക്ക് ജനപിന്തുണയുണ്ടായേക്കാം എന്നവർ ഭയന്നെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നമുക്കിപ്പോൾ അറിയാം. അങ്ങനെ നമ്മുടെ പ്രിയദർശിനി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ നിന്നും കുറെ ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നു. അത് കണ്ട പാർട്ടിക്കാരെല്ലാവരും അവരെ തടഞ്ഞു. എന്നാൽ പ്രിയദർശിനി അവരോട്, അങ്കിൾ, അവരെ തടയണ്ട, അവരെ ഇങ്ങോട്ട് വിട്ടേക്കൂ എന്ന് പറഞ്ഞു. പ്രിയദർശിനി അവരോട്, ഓഫീസർ, എന്താണ് എനിക്കെതിരെയുള്ള ചാർജ് എന്ന് ചോദിക്കുന്നു. അതിനവര് മണി ലോണ്ടറിംഗ് ആണ് മാം, 5ലേറെ കേസുണ്ട് എന്ന് പറഞ്ഞു. അതിന് പ്രിയ, എല്ലാം നോൺ ബെയിലബിൾ കേസാണല്ലോ, അപ്പോൾ എന്നെ വിലങ്ങണിയിച്ചായിരിക്കുമല്ലോ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനാ ഓഫീസർ, അത് വേണ്ട മാം, മാം എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നു. അതിന് പ്രിയ, അത് സാരമില്ല, എല്ലാം അതിന്റെ രീതിക്ക് തന്നെ നടക്കട്ടെ, എന്നെ വിലങ്ങ് വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാൻ പറയുന്നു. അങ്ങനെ ആ വന്ന ഓഫീസർമാർ പ്രിയദർശിനിയെ വിലങ്ങ് വെക്കുന്നു. ശരിക്കും പ്രിയദർശിനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. എന്തെന്നാൽ പ്രിയദർശിനിയുടെ കൈകളിൽ ആ വിലങ്ങ് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അണികളുടെ മനസ്സിൽ പ്രിയദർശിനിയും കയറി കഴിഞ്ഞിരുന്നു. അവർ പ്രിയദർശിനിക്ക് ജയ് വിളിക്കാൻ തുടങ്ങി. അത് കണ്ട പ്രിയദർശിനി അവരോട് പറഞ്ഞു, എന്റെ കൈകളിൽ അണിയിച്ച വിലങ്ങ് നിങ്ങൾ എല്ലാവരും കാണണം, ഈ ലോകം മുഴുവനും കാണണം. അനീതിക്കും അക്രമത്തിനും വർഗീയതയ്ക്കുമെതിരെ പൊരുതുന്നവരുടെ കൈകളെ അവർ ഇങ്ങനെയാണ് വിലങ്ങണിയിക്കുക. പക്ഷേ കൈകളെ മാത്രം വിലങ്ങണിയിക്കാനേ അവർക്ക് സാധിക്കൂ, നമ്മുടെ ആശയങ്ങളെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ജയ് ഹിന്ദ്. അങ്ങനെ സീൻ കട്ടായി. അടുത്ത സീനിൽ
ജതിൻ രാംദാസ് ബജറംഗിയെ കാണാൻ പോകുന്നതായി കാണിക്കുന്നു. ജതിൻ രാംദാസിന്റെ കൂടെ IB ഓഫീസർ കാർത്തിക്കും പിന്നെ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഹിന്ദു മുസ്ലിം കലാപം നടന്നുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിങ്ങൾ അഭയം പ്രാപിച്ച സുഭദ്രാബൻ അമ്മച്ചിയുടെ അനന്തരവൻ മുന്നയും, അതായത് മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെയെല്ലാം പീഡിപ്പിച്ച അതേ മുന്ന തന്നെ. ആ സമയം IB ഓഫീസർ കാർത്തിക്കിന് ഗോവർദ്ധനന്റെ ഫോൺ കോൾ വരുന്നു. ഗോവർദ്ധനൻ കാർത്തിക്കിനോട് സ്റ്റീഫൻ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ആ സമയം അവർ പോയിക്കൊണ്ടിരുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്നു. അതെ, നമ്മുടെ സ്റ്റീഫച്ചായനും സംഘവും പണി തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റീഫച്ചായനും സംഘവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വെടിവെച്ച് വീഴ്ത്തിയിട്ട് ജതിൻ രാംദാസിനെ മുന്നേയും അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും വെടിവയ്പിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടിരുന്നു. അതെ, നമ്മുടെ IB ഓഫീസർ കാർത്തിക് തന്നെ. അങ്ങനെ കാർത്തിക് ബജറംഗിയുടെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം ബജറംഗിയോട് പറയുന്നു. ആ അറ്റാക്ക് നടത്തിയത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നടക്കുന്നതിന് തൊട്ടു മുമ്പ് സ്റ്റീഫൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും പറഞ്ഞുള്ള ഒരു കോൾ എനിക്ക് വന്നിരുന്നു. ജതിൻ രാംദാസിനെ പിടിച്ചുകൊണ്ടുപോയവർ അവനെയും കൊണ്ട് നേരെ വന്നത് നമ്മുടെ സ്റ്റീഫച്ചായന്റെ അടുത്തേക്കാണ്. സ്റ്റീഫച്ചായനെ കണ്ട നമ്മുടെ ജതിൻ രാംദാസ് ചെറുതായി ഒന്ന് പേടിച്ചു പോയി. എന്തെന്നാൽ സ്റ്റീഫച്ചായൻ മരിച്ചു എന്നാണ് ജതിൻ രാംദാസ് വിചാരിച്ചിരുന്നത്. സ്റ്റീഫച്ചായൻ ജതിൻ രാംദാസിനോട് പാർട്ടിയിലെ ഒരു നേതാവ് മരിച്ചാൽ അയാൾ ചെയ്തു വെച്ച എല്ലാ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ കഴിവുള്ള നേതാക്കന്മാർ പാർട്ടിയിൽ ധാരാളമുണ്ടെങ്കിലും അവർക്കാരും പിന്തുണ നൽകില്ല. എല്ലാവർക്കും ആവശ്യം മരിച്ചുപോയ നേതാവിന്റെ അതേ മുഖമുള്ള ഒരാളെയാണ്. അതിന് ജതിൻ രാംദാസ് ചേട്ടന്റെ ഈ പ്രസംഗമെല്ലാം കേട്ടിരിക്കാൻ, ചേട്ടൻ പറയുന്നത് പോലെയെല്ലാം അനുസരിക്കാൻ ആ പഴയ ജതിനല്ല ഇന്ന് ഞാൻ. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇവിടെ വരെ എത്തിയ എനിക്ക് ഇനി ഏതറ്റം വരെ എങ്ങനെ പോകണമെന്ന് നന്നായിട്ടറിയാം. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബജറംഗി ബായുടെ കൂടെയുള്ള IB ഓഫീസർ കാർത്തികിന്റെ ഫോണിലേക്ക് ജതിൻ രാംദാസിന്റെ കോൾ വരുന്നതായി കാണിക്കുന്നു. അത് കണ്ട ബജറംഗി ബായ് ഈ കോൾ ചെയ്തിരിക്കുന്നത് ജതിനല്ല എന്നും പറഞ്ഞ് ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തിട്ട് ആരാണ് നീ എന്ന് ചോദിക്കുന്നു. അതിനാ കോൾ ചെയ്ത സ്റ്റീഫച്ചായൻ, ഹലോ ബൽരാജ് പട്ടേൽ, എനിക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. ബൽരാജ് പട്ടേൽ എങ്ങനെയാണ് ബജറംഗി ആയതെന്ന കഥ എനിക്കറിയാം. നിനക്ക് ജതിൻ രാംദാസിനെയും നിന്റെ കൂടെയുള്ള മുന്നേയും വേണമെങ്കിൽ പ്രിയദർശിനി രാംദാസ് പുറത്തിറങ്ങിയിരിക്കണം. ഇതിനെല്ലാം പുറമെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന നിബന്ധനകളോടെ നീ വന്നാൽ നീയുമായി ബാക്കി വെച്ച ഒരു കണക്കുണ്ട്, അത് നമുക്ക് തീർക്കാം എന്ന് പറയുന്നു. അതായത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഹിന്ദു മുസ്ലിം കലാപം കണ്ടിരുന്നല്ലോ. ആ കലാപം നടത്തിയ ഹിന്ദുക്കളുടെ നേതാവായിരുന്നു ഈ ബൽരാജ് പട്ടേൽ. ആ ബൽരാജ് പട്ടേൽ തന്നെയാണ് ഈ ബജറംഗി ബായും. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മൾ സ്റ്റീഫച്ചായന്റെ വലങ്കൈയായ സയ്യിദ് മസൂദിനെ ഫോൺ ചെയ്യുന്നതായി കാണിക്കുന്നു. സ്റ്റീഫച്ചായൻ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദ്, 23 വർഷം മുമ്പ് ഞാൻ നിനക്കൊരു വാക്ക് തന്നു. ഇപ്പോൾ അത് നിറവേറ്റാൻ സമയമായി. ഇവിടേക്ക് വരൂ. അതായത് നമ്മുടെ സ്റ്റീഫച്ചായന്റെ വലങ്കൈ സയ്യിദ് മസൂദ് ആരാണെന്നല്ലേ? നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഹിന്ദുക്കളായ ബൽരാജിന്റെ ആൾക്കാരെല്ലാം ചേർന്ന് ഒരു ഗ്രാമത്തിലെ മുസ്ലിങ്ങളെല്ലാം കൊന്നൊടുക്കുന്നുണ്ടല്ലോ. ആ കലാപത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു മുസ്ലിം സഹോദരനാണ് നമ്മുടെ ഈ സയ്യിദ് മസൂദ്. അവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ നമ്മുടെ സയ്യിദ് ചെന്നുപെട്ടത് പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൈകളിലായിരുന്നു. അവിടെയുള്ള തീവ്രവാദികളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളോടെല്ലാം അവിടെയുള്ള തീവ്രവാദികൾ നിങ്ങളെ ഇങ്ങനെ അനാഥരാക്കിയതും നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയതുമെല്ലാം ഹിന്ദുസ്ഥാനികളാണ്. അതിനാൽ അവർ നമ്മുടെ എതിരാളികളാണ്. അവരെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികളായിരുന്നതിനാലും കുടുംബം നഷ്ടപ്പെട്ട വേദനയിലും അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ആ കുട്ടികൾ വേഗം വിശ്വസിച്ചു. അങ്ങനെ ആ കുട്ടികളെയെല്ലാം തീവ്രവാദികൾ അതിർത്തിയിൽ നിന്നും തങ്ങളുടെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ പോകുന്ന വഴി ആ തീവ്രവാദികളെല്ലാം ആരുടെയോ വെടിയേറ്റ് മരിച്ചു വീഴാൻ തുടങ്ങി. അതെ, ആ കുട്ടികളെയെല്ലാം ആ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത് നമ്മുടെ സ്റ്റീഫച്ചായനായിരുന്നു. അതായത് അബ്രാം ഖുറേഷി. നമ്മുടെ ഖുറേഷി അബ്രാം ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി തന്നെയാണ് ഇപ്പോൾ സയ്യിദ് മസൂദും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബജ്റംഗി ബാബ സ്റ്റീഫച്ചായൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നതായി കാണിക്കുന്നു. അത് കണ്ട IB ഓഫീസർ കാർത്തിക്, ബാബ, സ്റ്റീഫൻ പറയുന്നത് കേട്ട് അവിടേക്ക് പോകരുത്, അതൊരു ട്രാപ്പാണ്. അതിന് ബജ്റംഗി ബാബ, എനിക്ക് എന്റെ മുന്നേ ജീവനോട് വേണം. ഡാമിന്റെ 4 ഷട്ടർ തുറന്ന വെള്ളത്തിനടിയിലാകുന്ന ഈ കേരളത്തിൽ ആ ഡാം അങ്ങ് പൊട്ടിയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ മുന്നേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നെടുമ്പള്ളി ഡാം ഞാൻ ബോംബ് വെച്ച് തകർക്കും എന്നും പറഞ്ഞ് ബജ്റംഗി ബാബ ഒരു 10-20 വണ്ടി നിറയെ ആൾക്കാരുമായി അവിടെ നിന്നും പോകുന്നു. ബാബ ബജ്റംഗിയോട് സ്റ്റീഫച്ചായൻ വരാൻ പറഞ്ഞത് എവിടേക്കായിരുന്നു എന്നല്ലേ? പണ്ട് ബൽരാജ് പട്ടേൽ ഒരു ഗ്രാമത്തിലെ മുസ്ലിം സഹോദരങ്ങളെല്ലാം കലാപത്തിന്റെ പേരിൽ അടിച്ചുകൊന്ന സുഭദ്രാബൻ അമ്മച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. അതായത് അവിടെ നിന്നുമാണ് ബൽരാജ് ഭയ്യ ബജ്റംഗി ആയി മാറിയത്. ആ കലാപത്തിന് ശേഷം ആ വലിയ വീട്ടിലാരും താമസമുണ്ടായിരുന്നില്ല. അങ്ങനെ ബജ്റംഗി ആൾക്കാരും അവിടെ വന്ന് നോക്കുമ്പോൾ അതാ ബജ്റംഗിയുടെ സ്വന്തം മുന്ന അവിടെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. അത് കണ്ട ബജ്റംഗി
ബജ്രംഗി പതിയെ മുന്നയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയം മുന്നയുടെ ദേഹത്ത് വെച്ച് കെട്ടിയിരുന്ന ബോംബ് പൊട്ടുന്നു. മുന്ന പീസായി ചിന്നിച്ചിതറുന്നു. ഈ മുന്നയാണ് പണ്ട് നടന്ന ആ ഹിന്ദു മുസ്ലിം കലാപത്തിൽ നമ്മുടെ സെയ്ദ് മസൂദിന്റെ ഗർഭിണിയായ അമ്മയെ പീഡിപ്പിച്ചത്. മുന്ന പൊട്ടിച്ചിതറിയത് കണ്ട് പകച്ചു നിന്ന ബജ്രംഗി ഭായിയുടെ മുമ്പിലേക്ക് നമ്മുടെ സ്റ്റീഫച്ചായനും സെയ്ദ് മസൂദും വരുന്നു. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ സ്റ്റീഫച്ചായനും സെയ്ദ് മസൂദും ചേർന്ന് ബാബ ബജ്രംഗിയെയും ബജ്രംഗിയുടെ ആൾക്കാരെയും എല്ലാം അടിച്ചു കൊല്ലുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബാബ ബജ്രംഗിയെ കാണാത്തതിന്റെ പേരിൽ ബജ്രംഗി രൂപീകരിച്ച പാർട്ടിയായ ASM പാർട്ടി കലാപം നടത്തുന്നതായി കാണിക്കുന്നു. ആ കലാപം നടത്തിക്കൊണ്ടിരുന്നവരിൽ ഒരാൾ സെൻട്രൽ IB ഓഫീസറായ കാർത്തികിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ആ വെടിവെച്ച് കൊന്നയാൾ ആരുടെ ആളായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതെ, നമ്മുടെ സ്റ്റീഫച്ചായന്റെ ആള് തന്നെ. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്റ്റീഫച്ചായൻ ജതിൻ രാംദാസിന്റെ അടുത്ത് വന്നതായി കാണിക്കുന്നു. ജതിൻ രാംദാസിനെ സ്റ്റീഫച്ചായൻ കടത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അത് ശരിക്കും ഒരു കടലിന് നടുക്കായിരുന്നു. സ്റ്റീഫച്ചായൻ ജതിൻ രാംദാസിനോട് പറഞ്ഞു, ജതിൻ, നിനക്കിനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ IUF യാതൊരു ഉപാധികളുമില്ലാതെ മടങ്ങിപ്പോയി നിന്റെ ചേച്ചി പ്രിയയ്ക്ക് എല്ലാ പിന്തുണയും നൽകി PK രാംദാസിന്റെ മകനായി മാത്രം ജീവിക്കുക. 2, വലിയ തിന്മകളിലേക്ക് വീണ്ടും വഴിതെറ്റി ബിമൽ നായരെയും ബജ്രംഗിയെയും പോലെ തന്നെ വിവാദമായ ഒരു ഫ്രണ്ട് പേജ് വാർത്തയായി അവസാനിക്കാം. ഇതിലേത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി അയക്കുന്നു. ആ സമയം സ്റ്റീഫച്ചായന് ഇന്റർപോൾ ഏജന്റിലെ തന്റെ ചാരനായ ബോറിസിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. എന്നാൽ ആ കോൾ ചെയ്തത് മറ്റൊരാളായിരുന്നു. അയാൾ ബോറിസിന്റെ കൈയും കാലുമെല്ലാം കൂട്ടി കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അയാൾ സ്റ്റീഫച്ചായനോട് പറഞ്ഞു, നിങ്ങൾ കൊന്ന കബൂക്ക ഷെൻട്രിയാഡ് എന്ന എന്റെ സംഘത്തിലുള്ള ഒരാളെയാണ്. അതിനാൽ നിന്റെ സംഘത്തിലുള്ള ഈ ബോറിസിനെ ഞാൻ കൊല്ലുകയാണ് എന്നും പറഞ്ഞ് ബോറിസിനെ അയാൾ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അയാൾ വീണ്ടും പറഞ്ഞു, നീ കൊന്ന ആ കബൂക്ക എന്റെ സംഘത്തിലുള്ള ഒരാൾ മാത്രമായിരുന്നില്ല, അവൻ എന്റെ സഹോദരനും കൂടിയായിരുന്നു. അതിനാൽ എന്റെ സഹോദരന് പകരം നിന്റെ സഹോദരനെ ഞാൻ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറയുന്നു. ആ സമയം ജതിൻ രാംദാസ് പോയിക്കൊണ്ടിരുന്ന ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുന്നു. അത് കണ്ട് നമ്മുടെ സ്റ്റീഫച്ചായൻ ചെറുതായി ഒന്ന് പേടിച്ചു പോയി. അതെ, നമ്മുടെ L3 വില്ലൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ഖുറേഷി അബ്രഹാം കൂടി കളത്തിലേക്ക് ഇറങ്ങിയാൽ മതി. അങ്ങനെ ഇതോടെ നമ്മുടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.